അടുത്തത് മൂന്നാമത്തെ യൂണിറ്റ് ആണ് കല്യാണി നാടക നിരൂപണം CP അച്യുതമേനോൻ. കല്യാണി നാടക നിരൂപണത്തെ കുറിച്ച് വിലയിരുത്തുക എന്ന് പറഞ്ഞ് 5 മാർക്കിന്റെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഒരു പുറത്തിൽ കവിയാതെയാണ് ഉത്തരം എഴുതേണ്ടത്. അപ്പൊ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാന്റെ കല്യാണി നാടകത്തെ ആധാരമാക്കി വിദ്യാവിനോദിനിയിൽ പ്രസിദ്ധീകൃതമായ 2 ലേഖനങ്ങൾ ചേർന്നതാണ് CP അച്യുതമേനോന്റെ കല്യാണി നാടക നിരൂപണം. CP അച്യുതമേനോൻ എഴുതിയ ആദ്യത്തെ ഗ്രന്ഥ വിമർശനമായിട്ടാണ് കല്യാണി നാടക നിരൂപണം അറിയപ്പെടുന്നത്. കൊല്ലവർഷം 1065 വൃശ്ചികം, മീനം മാസങ്ങളിലായി പ്രസിദ്ധീകരിച്ച പതിപ്പുകളിലാണ് പ്രസ്തുത നിരൂപണം ഉള്ളടങ്ങിയിട്ടുള്ളത്. അടുത്തത് എഴുതേണ്ടത് CPയുടെ വിമർശന പദ്ധതി എങ്ങനെയുള്ളതായിരുന്നു? CPയുടെ വിമർശന പദ്ധതി എന്ന് പറയുന്നത് രസനിഷ്ഠ വിമർശനത്തിൻ്റെതായിരുന്നു. അതായത് അക്കാലത്ത് മലയാളത്തിൽ പ്രബലമായിരുന്നത് അലങ്കാരനിഷ്ഠമായ ഒരു എഴുത്തായിരുന്നു. അതിനോടുള്ള വെല്ലുവിളിയായിട്ടാണ് രസനിഷ്ഠമായിട്ടുള്ള, രസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു നിരൂപണത്തിൽ CP ശ്രദ്ധ പതിപ്പിച്ചത്. ഭാരതീയ രസപദ്ധതിയെ പിന്തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനധാര നിലനിന്നത്. അഭിനവഗുപ്തന്റെയും വിശ്വനാഥന്റെയും 2 ഭാരതീയ ആചാര്യന്മാരാണ് അഭിനവഗുപ്തനും വിശ്വനാഥനും. അവരുടെ അഭിനവഗുപ്തന്റെ സ്വയം സംവേദന സിദ്ധാന്തത്തിലെ രസം എന്ന വാദത്തിന്റെയും വിശ്വനാഥൻ എന്ന ഭാരതീയ ആചാര്യന്റെ ചതുർവർഗ ഫലപ്രാപ്തി എന്ന വാദത്തിന്റെയും സമന്വയമാണ് CPയുടെ വിമർശനത്തിൽ കാണുന്നത്. അതുകൊണ്ട് പാശ്ചാത്യ ഇംപ്രഷനിസ്റ്റ് വിമർശന പദ്ധതിയുടെ വക്താവായിരുന്നു CP എന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇംപ്രഷനിസ്റ്റ് വിമർശനം എന്ന് പറയുന്നത് രസനിഷ്ഠമാണ്. അതായത് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോവുകയും കാവ്യപ്രയോജനത്തിനോട് വിമുഖത പുലർത്തുകയും ചെയ്യുന്ന ഒരു ചിന്താധാരയായിരുന്നു ഇംപ്രഷനിസം. പക്ഷേ ഇവിടെ CP ഈ 2 കാര്യങ്ങൾക്കും നേരെ വിപരീതമായിട്ടാണ് നിലനിന്നിരുന്നത്. അതായത് CP കാവ്യപ്രയോജനത്തിന് പ്രാധാന്യം നൽകുകയും നിരൂപണത്തിൽ സ്വന്തം താല്പര്യത്തെക്കാൾ കൃതിയുടെ മൂല്യത്തിനും നിരൂപണത്തിന്റെ നൈതികതയ്ക്കും പ്രാധാന്യം നൽകുകയും ചെയ്തു. അപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഒരു നിർദ്ദിഷ്ട കൃതിയെ മുൻനിർത്തി സ്വന്തം താല്പര്യം പറഞ്ഞു പോവുകയല്ല CP ചെയ്തത്, മറിച്ച് കാവ്യപ്രയോജനത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു നിരൂപണ രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതായത് അക്കാലത്തെ സന്മാർഗധാരയ്ക്ക് വിരുദ്ധമായ ഒരു കലാപ്രകടനത്തെ അദ്ദേഹം അനുകൂലിച്ചില്ല. അതിന് ദൃഷ്ടാന്തമാണ് കല്യാണി നാടകത്തിലുള്ള പരതാര ഗമനത്തെ അദ്ദേഹം വിമർശിച്ചത്. മറ്റൊരു കാര്യം ചാക്യാർ കൂത്തിലെ മലിനമായ ഫലിത പ്രയോഗത്തെ വിമർശന വിധേയമാക്കിയതാണ്. പടിഞ്ഞാറൻ ഇംപ്രഷനിസം കലയിലും വിമർശനത്തിലും പൂർണ്ണമായി പ്രതിഫലിച്ച ലിബറലിസമായിരുന്നു. അതുപോലെ തന്നെ CPയിലെ ലിബറലിസ്റ്റ് മനസ്ഥിതിയും അദ്ദേഹം സ്വീകരിച്ച മട്ടിലുള്ള രസപദ്ധതിയും സ്വാഭാവിക ബന്ധമുള്ളതാണ്. അപ്പോൾ CPയിലെ ലിബറലിസ്റ്റ് മനസ്ഥിതിയും ലിബറൽ ആയിട്ടുള്ള ആ ഒരു മനസ്ഥിതിയും രസപദ്ധതിയും തമ്മിൽ സ്വാഭാവികമായ ഒരു ബന്ധമുണ്ട്. ആരോഗ്യപരമായ ഒരു വിമർശന പദ്ധതിയുടെ വക്താവുക, വിമർശന സമ്പ്രദായം അവതരിപ്പിക്കുക, അതിനായൊരു സജീവ ഗദ്യശൈലി സ്വരൂപിച്ചെടുക്കുക, ഇത് 3ഉം CP അച്യുതമേനോന്റെ സംഭാവനകളായിരുന്നു. അപ്പോൾ CPയുടെ വിമർശനത്തിൻ്റെ രീതി എങ്ങനെയായിരുന്നു? ഇച്ഛയനുസരിച്ച് മുന്നോട്ട് പോകുന്നതും കാവ്യപ്രയോജനത്തോട് വിമുഖത പുലർത്തുന്നതുമായ ഒരു ചിന്താധാരയായിരുന്നു ഇംപ്രഷനിസ്റ്റ് വിമർശനം. അതായത് പടിഞ്ഞാറൻ ഇംപ്രഷനിസ്റ്റ് വിമർശനം അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് സ്വന്തം ഇച്ഛയ്ക്ക് താല്പര്യം കൊടുക്കാതെ സമൂഹത്തിൻ്റെ സന്മാർഗധാരയ്ക്ക് എതിരായി വരുന്ന കാവ്യത്തിലെ ഗുണങ്ങളെ എതിർക്കുകയും അതുപോലെ തന്നെ കാവ്യപ്രയോജനത്തിൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന ഒരു വിമർശന രീതിയായിരുന്നു CP അച്യുതമേനോൻ കല്യാണി നാടകത്തിൽ എടുത്തത്. മൂല്യത്തിനും നിരൂപണത്തിൻ്റെ നൈതികതയ്ക്കുമാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത്. അന്നത്തെ സാമൂഹ്യ സന്മാർഗധാരയ്ക്ക് വിരുദ്ധമായ കലാപ്രകടനത്തെ അദ്ദേഹം അനുകൂലിച്ചില്ല. അതിന് ഉദാഹരണമാണ് കല്യാണി നാടകത്തിലെ പരതാര ഗമനത്തെ അദ്ദേഹം വിമർശിച്ചതും ചാക്യാർ കൂത്തിലെ മലിനമായ ഫലിത പ്രയോഗത്തെ വിമർശന വിധേയമാക്കിയതും.
ഇത്രയുമാണ് കല്യാണി നാടക നിരൂപണത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ.